എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഒരു സ്വീറ്റ് ആക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് റോസ് ഫ്ലവർ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി റോസ് ഫ്ലവർ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പാലും 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒട്ടും തന്നെ ഏറിപ്പോവരുത്. ഒരു 3/4 ടീസ്പൂൺ വരെ മതിയാകും കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഇനി മിക്സ് നമ്മൾക്ക് ഒരു തവ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി തണുത്ത പാലൊന്നും എടുക്കരുത് കേട്ടോ. ചൂടുള്ള പാലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അത് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ടാണ് നമ്മൾ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ കെട്ട് പോവും. കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നമ്മൾക്ക് മൈദയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ മൈദയല്ല ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും തന്നെ കൂടി പോവാണ്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു അളവിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും കൂടി പോവുകയില്ല. ഇനി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലാണ് നമ്മളുടെ ആ റോസ് ഫ്ലവർ നമ്മൾക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. ഇനി നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഒരു 4 അച്ച് വലിയ ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ. നമ്മൾ കവറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ നിന്ന് എടുത്തിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി കവറിൽ ഇങ്ങനെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ എല്ലായ്പ്പോഴും നമ്മൾ ശർക്കര പൊടിച്ചെടുക്കാറ്. അപ്പം നമ്മളുടെ ശർക്കര നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞെടുത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യം പോലെയാണ് കേട്ടോ. നമ്മൾക്ക് ഒരുപാട് മധുരം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത്രയും ശർക്കര എടുക്കാം. ഇനി കുറഞ്ഞ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു ശർക്കര കുറച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ. നമ്മൾക്ക് ഈ മിക്സിയിൽ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പാലിറങ്ങി വരാതെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കാൻ നോക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ശർക്കരയൊന്ന് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാല ഇറങ്ങി വരാതെ ശരിക്കും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ് കേട്ടോ. ഈ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയെല്ലാം ഉരുകിയിട്ട് വെള്ളമായിട്ട് പോകും. ഇത് നമ്മൾക്ക് കുറുകിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാനുള്ളൊരു മിക്സാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാൻ നോക്കണം. ചിലപ്പോൾ ഇതിൽ ശർക്കരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, തേങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അത് നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് വറ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുബൂസിനൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലാണ് നമ്മൾക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റോസ് ഫ്ലവർ കിട്ടുക. ഇനി ഇത് ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കുറച്ച് വലിയ വലിയ ഉരുളകളായിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് അമർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പിസ്സക്കൊക്കെ നമ്മൾ പരത്തുന്നത് പോലെയാണ് നമ്മൾ കൈകൊണ്ട് തന്നെ അമർത്തിയിട്ട് പരത്തിയാൽ തന്നെ നമ്മൾക്ക് നന്നായിട്ട് പരത്താൻ പറ്റും. നന്നായിട്ട് വലുതായിട്ട് പരത്തിക്കൊണ്ടിരിക്കണം. വലിയ കട്ടിയും വേണ്ട, എന്നാൽ ചെറിയൊരു കട്ടി വേണം.
ഇനി നമ്മൾക്ക് ഒന്നും കൂടെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി റോൾ കൊണ്ട് നമുക്ക് ഒന്നും കൂടി റൗണ്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി, നന്നായിട്ട് കനം കുറഞ്ഞ് പരത്തരുത്. എന്നാലാണ് നമ്മളുടെ റോസ് ഫ്ലവർ കുറച്ച് കട്ടിയുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. നന്നായിട്ട് കനം കുറിച്ചാണ് പരത്തുന്നതെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഷേപ്പിലെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾക്ക് ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലാറ് റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ മൂടി എടുത്തിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കേണ്ടത്, നമ്മൾ ഓരോ പത്തിരിയിലും ഇതിൻ്റെ ഫില്ലിങ് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ വെച്ച് കൊടുക്കാം. കൂടുതൽ കട്ടിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. കുറേശ്ശായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. അല്ല ഫ്ലവറായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറും ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്സ് ഇതുപോലെ വരിക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ചുരുട്ടിയിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ നല്ല റോസ് ഫ്ലവർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി കൈക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് നിവർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി റോസ് ഫ്ലവർ തന്നെ കിട്ടും. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചെറിയ റോസ് ഫ്ലവറാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. വലിയ ഫ്ലവർ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് നീട്ടിയിട്ട് ചുരുട്ടിയെടുക്കാൻ പറ്റും. കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്വീറ്റാണ്. നമ്മൾ പാലും നെയ്യും ശർക്കരയൊക്കെ വെച്ചിട്ട് വറ്റിച്ചെടുത്ത സ്വീറ്റ് ആകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ റെഡ് കളറിലും യെല്ലോ കളറിലും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കളറുകൾ ഫ്ലവർ ഏത് വേണമെങ്കിലും നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. കൂടെ തന്നെ ബെല്ലൈക്കണ കൂടി ഒന്ന് അമർത്തി അയക്കണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.